ഹലോ, നമസ്കാരം. ആദ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു പ്രതികരണം കാണാം. ഞാൻ പറഞ്ഞ ഇയാള് എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത്. എത്ര വൃത്തികെട്ട ആരോപണം. അയാളുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി, സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിട്ട് പറയുക. ചുമ്പയിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയത് മന്ത്രിക്ക് ഈ വിവരം? പോലീസ് മന്ത്രിയോട് പറഞ്ഞോ? എനിക്ക് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്. പോലീസ് മന്ത്രിയോട് പറഞ്ഞോ ഇങ്ങനെ UDF കെണി വെച്ചില്ല, എന്റെ ഗൂഢാലോചന നടത്തി UDF ആണ് ഈ കെണിയൊരുക്കിയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത്? ഇയാളെ നിഷ്ക്രിയത്വം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണ്. UDF ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നു. അതാണ് നിങ്ങൾ പറയണത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ UDF ചെന്ന് പിടിക്കുന്നതെല്ലാം അബദ്ധങ്ങളിലാണ്. അൻവർ വിഷയം തന്നെ നോക്കൂ. LDF-ന് തലവേദനയാകുമായിരുന്ന വിഷയം ഒടുവിൽ പണിയായത് UDF-ന്. പക്ഷേ ആ വിഷയത്തിൽ വി.ഡി. സതീശൻ എടുത്ത നിലപാട് തീർത്തും ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓരോ ദിവസവും അൻവർ പറയുന്ന കാര്യങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അൻവർ കഴിഞ്ഞാൽ UDF-ന് തലവേദനയായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആദ്യം CPM-നെ വെല്ലുവിളിച്ച് സ്വരാജിനെ ഇറക്കി. പിന്നീട് സതീശൻ തന്നെ തള്ളിപ്പറഞ്ഞ PV അൻവറിനെ പാതിരാത്രി പോയി കണ്ട് പുകിലാക്കി. ഏറ്റവും ഒടുവിലായി വഴിക്കടവിൽ 15-കാരൻ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ജ്യോതികുമാർ ചാമക്കാലയും കൂട്ടരുമുണ്ടാക്കിയ സമര കോലാഹലം. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ഈ വിഷയത്തിൽ ഒട്ടും പക്വതയില്ലാതെ പെരുമാറുന്നതും നമ്മൾ കണ്ടു. ഒരിക്കലും ഷൗക്കത്തിൽ നിന്ന് അത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും UDF ഇങ്ങനെ ആകെ പെട്ടുപോകുമായിരുന്ന വിഷയമായി മാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വഴിക്കടവിലെ ആ പന്നിക്കണി പ്രശ്നം. പക്ഷേ വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതിപക്ഷ ഗൂഢാലോചന ആരോപണം UDF-ന് പിടിവള്ളിയായി. വനഭൂമിയിൽ നിന്നാണ് 15-കാരന് ഷോക്കേറ്റത് എന്നാണ് ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്നത്. അതായത് വനം വകുപ്പ് വെച്ച വൈദ്യുതി കെണി എന്ന രീതിയിലാണ് വാർത്ത വന്നത്. പക്ഷേ പിന്നീട് മനസ്സിലായത് കൃഷിഭൂമിയിൽ വെച്ച വൈദ്യുതി കെണിയാണ് എന്നാണ്. ഇതോടെയാണ് ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണവുമായി AK ശശീന്ദ്രൻ രംഗത്തെത്തിയത്. ഇതിൽ കയറി പിടിച്ച പ്രതിപക്ഷം വഴിക്കടവ് മരണവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങളിൽ നിന്ന് പതുക്കെ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. മന്ത്രി വാക്കുകൾ തിരുത്തിയിട്ടും രോഷം വിടാതെയുള്ള പ്രതികരണം തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അത് സ്വാഭാവികമായ പ്രതിഷേധവും. അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും, നമ്മുടെ സങ്കടം ഉണ്ടാവും, നമ്മുടെ ദുഃഖം ഉണ്ടാവും. ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും. ആളുകൾ പ്രതിഷേധിക്കും. കേരളത്തിൽ എവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത്? സ്വാഭാവികമായ പ്രതിഷേധം. അതിനാണ് ഗൂഢാലോചന നടത്തി, നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിണി ഒരുക്കി വെച്ചത്. അതല്ലേ ഇതിലെ മന്ത്രി പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നത്? സതീശന്റെ ഈ മൂഡിലുള്ള പ്രതികരണത്തിന് പിന്നിൽ മറ്റൊരു തന്ത്രമുണ്ടെന്ന് വിലയിരുത്തേണ്ടി വരും. സതീശനും UDF-ഉം ഇതിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്നത്, അതായത് ഈ രോഷപ്രകടനത്തിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാലയുടെ വഴിതടയൽ അമിതാവേശത്തിന് കുറിച്ചുള്ള ചർച്ചകളാണ്. സംഭവം എന്തെന്നോ ഏതെന്നോ മനസ്സിലാക്കാതെ ആദ്യമേ ചാടിയിറങ്ങി സമരം ചെയ്ത ജ്യോതികുമാർ ചാമക്കാലയും അദ്ദേഹത്തിന്റെ ടീമും UDF-ന് സൃഷ്ടിച്ച പേരുദോഷം ചെറുതല്ല. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ഡലത്തിലെത്തിയ നിലമ്പൂരുകാരല്ലാത്ത കോൺഗ്രസുകാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞ് രാത്രി നടത്തിയ സമരം തീർത്തും പ്രകോപനപരവുമായിരുന്നു. സമരത്തിന് നേതൃത്വം നൽകിയ ജ്യോതികുമാർ ചാമക്കാല വിവേകത്തിനപ്പുറം വികാരത്തിന് അടിമപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുട്ടി ഷോക്കേറ്റ് മരിച്ചു എന്ന് കേട്ടതോടെ അത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്നൊക്കെ പറഞ്ഞ് ചാമക്കാല രംഗം കൊഴിപ്പിക്കാൻ നോക്കി. പക്ഷേ അപകട മരണത്തെ പോലും രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന വിമർശനമാണ് UDF-ന് പിന്നാലെ കേൾക്കേണ്ടി വന്നത്. സമര ആവേശത്തിന് ശേഷമുള്ള ചായകുടിയുടെ സന്തോഷ ഫോട്ടോ ചാമക്കാല ഫേസ്ബുക്കിൽ ഇട്ടതും വിനയായി. ഇടത് സൈബർ പോരാളികൾ ചാമക്കാലയെ എയറിൽ കയറ്റി. പിന്നീട് അദ്ദേഹത്തിന് ആ പോസ്റ്റും ഫോട്ടോയുമൊക്കെ പിൻവലിക്കേണ്ടിയും വന്നു. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രസ്താവനയിലും പ്രവൃത്തിയിലുമെല്ലാം ആത്മാർത്ഥതയില്ലായ്മയും അഭിനയവും നിഴലിച്ചു നിന്നു. ഈ നിലയിൽ അമിതാവേശത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ UDF നിൽക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം പകർന്ന് വനം മന്ത്രിയുടെ പ്രസ്താവന എത്തിയത്. അനന്തു മരിച്ച വൈദ്യുതി കെണി ഒരുക്കിയ കോൺഗ്രസ്കാരനായ വിജീഷ് അറസ്റ്റിലായി. പന്നിയെ പിടിച്ച് കച്ചവടം നടത്താനാണ് എന്നുള്ള വിജീഷിന്റെ മൊഴി പുറത്തു വന്നു. മാത്രമല്ല സംഭവം നടന്ന വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്.
ഇതെല്ലാം ചേർത്താണ് സംഭവത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എന്ന ആരോപണം AK ശശീന്ദ്രൻ എന്ന വനമന്ത്രി ഉന്നയിച്ചത്. കാര്യങ്ങൾ കണ്ടെത്താൻ അധികാരമുള്ള ആള് തന്നെ ആരോപണം ഉന്നയിക്കുന്ന രീതിയാണ് AK ശശീന്ദ്രൻ ചെയ്തത്. തീർത്തും അപക്വമായ നിലപാടെന്ന് വിലയിരുത്തേണ്ടി വരും. മന്ത്രിയായിരിക്കെ ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ കൃത്യമായ തെളിവ് വേണമായിരുന്നു. ബാക്കി പ്രതികരിച്ച ഇടത് നേതാക്കളെല്ലാം കൃത്യവും വ്യക്തവുമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജാണ് ഈ വിഷയത്തിൽ ഏറ്റവും പക്വതയുള്ള നിലപാട് സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും. കാമ്പില്ലാത്ത ഒരു ആരോപണവും അഭിപ്രായവും പറയാതെ സ്വരാജ് ദുരന്തത്തിന്റെ ആഴത്തെ അഡ്രസ്സ് ചെയ്താണ് സംസാരിച്ചത്. ഈ ഘട്ടത്തിലെല്ലാം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുന്ന ഒരു കാര്യവുമുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ നീലപ്പെട്ടി വിവാദം, അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതുപോലെയാണ് പന്നിക്കണി മരണവും അതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ആരോപണവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ജയിക്കണം. ഇതുപോലെ പാലക്കാട് സംഭവിക്കും. അത്രയും വേറൊരു പ്രശ്നമില്ല. അല്ലല്ല, എന്ത് ആരോപണം. അതായത് നിലമ്പൂരിലെ പന്നിക്കണി പ്രശ്നവും UDF ഗുണം ചെയ്യുമെന്നാണ് ഈ വാക്കുകളിലൂടെ VD സതീശൻ വിലയിരുത്തുന്നത്. പക്ഷേ പാലക്കാട്ടെ പെട്ടി പ്രശ്നം അല്ലെങ്കിൽ പെട്ടി വിവാദം പോലെയാണോ നിലമ്പൂരിലെ പന്നിക്കണിയിലൂടെ ഉണ്ടായ മരണം, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ? അല്ല. പാലക്കാട്ടേത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടി നിറയെ പണം കോൺഗ്രസുകാർ ഹോട്ടലിൽ കൊണ്ടുവന്ന ആരോപണമായിരുന്നു. അതിന്റെ പേരിൽ രാത്രി വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ റൂമുകളിൽ നടത്തിയ പോലീസ് പരിശോധനയുമൊക്കെയാണ് വിവാദമായത്. എന്നാൽ നിലമ്പൂരിലേത് ഒരു ജീവന്റെ വിഷയമാണ്. ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ ഭീതിയുടെ പ്രശ്നമാണ്. ലാഭം മാത്രം നോക്കുന്ന വിജീഷ് എന്ന ക്രിമിനലിന്റെ ക്രൂരതയാണ്. പാലക്കാട്ടേത് ആർക്കോ തോന്നിയ സംശയമായിരുന്നുവെങ്കിൽ നിലമ്പൂരിലേത് കൺമുന്നിൽ കണ്ട യാഥാർത്ഥ്യമാണ്. അതായത് രണ്ട് വിഷയങ്ങളെയും ഒരേ നുകത്തിൽ കെട്ടാനാകില്ല. എന്നിട്ടും പെട്ടി വിഷയം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോഴും സ്വന്തം ആളായ ചാമക്കാലയുടെ വഴിതടയൽ സമരത്തെ സതീശൻ തള്ളി പറയുന്നില്ല. പകരം അത് നാട്ടുകാരുടെ സമരമാക്കി മാറ്റുകയാണ്. എന്നാൽ നാട്ടുകാരായ ഒരു കോൺഗ്രസ് പ്രവർത്തകരും ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സമരത്തിനോട് മലപ്പുറം DCCക്കും വിരുദ്ധ അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണത്തെ സുവർണ അവസരമാക്കാനുള്ള നീക്കം ഒട്ടും ശരിയായില്ല എന്നാണ് മലയോര ജനതയുടെ വികാരമറിയുന്ന നേതാവായ VS ജോയി എന്ന DCC പ്രസിഡന്റ് VD സതീശനെ അറിയിച്ചത്. മാത്രമല്ല K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കളും വഴിതടയൽ സമരത്തെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ട എന്ന നിലപാട് തന്നെയാണ് പക്വതയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം സ്വീകരിച്ചത്. VD സതീശന്റെ ഉപഗ്രഹങ്ങൾ ഓരോ ദിവസവും കാര്യങ്ങൾ വഷളാക്കുന്നു എന്നാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുടെ വികാരം. ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണവും ശരിയായില്ല എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. മാത്രമല്ല സർക്കാർ വകുപ്പുകളുടെ നേരിട്ടുള്ള വീഴ്ച ആരോപിക്കാൻ കഴിയാത്ത സംഭവമാണ് വഴിക്കടവിൽ ഉണ്ടായത്. വൈദ്യുതി മോഷ്ടിച്ചാണ് പന്നിക്കണി ഒരുക്കിയത്. ഇതെല്ലാം കൊണ്ട് തന്നെ ചാമക്കാലയുടെ സമരം അത് കൊള്ളാൻ വയ്യാത്ത അവസ്ഥയിലാണ് UDF നേതാക്കൾ. അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ പിടിച്ച് കോൺഗ്രസ് പ്രതിരോധവും പ്രത്യാക്രമണവും നടത്തുകയാണ്. അത് എത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ പ്രതിഫലിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. വഴിക്കടവ് സംഭവത്തിലെ വഴിതടയൽ സമരവും നേതാക്കളുടെ പെരുമാറ്റവും മൊത്തത്തിൽ UDF അവമതിപ്പുണ്ടാക്കി എന്നുള്ള വികാരം ശക്തമാണ്. അപ്പുറത്താണെങ്കിൽ വനമന്ത്രിയുടെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയും LDF നേതൃത്വവും കടുത്ത അമർഷത്തിലാണ് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വനമന്ത്രിയുടെ പ്രസ്താവന ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ സംഭവത്തിൽ കടുത്ത പ്രതിരോധത്തിലായേനെ എന്നാണ് ഇടത് നേതാക്കൾ വിലയിരുത്തുന്നത്. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോ അപ്ഡേറ്റിനായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്താം. നന്ദി, നമസ്കാരം.